ഹായ് ഹലോ നമസ്കാരം. ക്രാഫ്റ്റ് ആൻഡ് കുക്കിംഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും പഴത്തിൻ്റെ റെസിപ്പി തന്നെയായിട്ടാണ്. ഇന്നത്തെ റെസിപ്പി ഒരു നേന്ത്രപ്പഴ ഹൽവയാണ്. അപ്പം അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് ഞാൻ പാനിലേക്ക് 6 വലിയ കഷ്ണവും ഒരു പകുതി കഷ്ണവും കൂടി വെച്ച് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഞാൻ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഒരു 6 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പുഴുങ്ങി ചൂടാറിയതിന് ശേഷം തൊലി കളഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ നടുന്ന് കീറിയതിന് ശേഷം അതിലത്തെ അരിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. പഴത്തിൻ്റെ അരിയൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ചായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. പഴമെല്ലാം നന്നായിട്ട് അരച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ശർക്കര നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒഴിക്കുന്നത് 1 ഗ്ലാസ് നല്ല കട്ടി തേങ്ങാപ്പാലാണ്. എല്ലാം കൂടി നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ 3/4 ഭാഗത്തോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയും കൂടി ഒഴിച്ച് വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതോടെ വയ്ക്കുക. നമ്മൾ ഏത് പാത്രത്തിലാണ് അലുവ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക്, അപ്പോൾ ഇത്തിരി അടി കട്ടിയുള്ള പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1/2 സ്പൂണോളമൊക്കെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പഴവും നാളികേരപ്പാലും ശർക്കര നീരും അതൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് ഇനി ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. കുറച്ച് നേരം വേണം ഇത് നന്നായിട്ട് ആയി വരാനായിട്ട്. നന്നായി വരട്ടി മുറുക്കിയെടുക്കണം. ഇത് തിളച്ച് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നിർത്താതെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കുറച്ചൊന്ന് കുറുകി വന്നപ്പോൾ അതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ടും ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/4 സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കാഷ്യും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് പരട്ടിയെടുക്കുക. അപ്പോൾ കുറച്ച് നേരം വേണം ഇതൊന്ന് ആയി വരണമെങ്കിൽ. അലുവയ്ക്ക് പതുക്കെ ഇതുപോലെ ഇങ്ങനെ മുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
അലുവയ്ക്ക് ഒരുവിധം നന്നായി മുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ നമ്മളിങ്ങനെ കുറച്ചെടുത്തൊന്ന് ഉരുട്ടി അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കരുത്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു കിണ്ണത്തിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അലുവിട്ട് ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കുക. നന്നായി പരത്തിയതിന് ശേഷം ചൂടാറി കട്ട് ചെയ്തെടുക്കുക. നല്ല പഴുത്ത പഴമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇപ്പോൾ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ. ഇപ്പം എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വരും വരെ ബൈ.